ഋത്തോട്ടൻ ജനിച്ചേരം തൊട്ടുള്ള ഓരോ വീഡിയോ ഞാനിങ്ങനെ ഇടുന്നേരത്തെ എല്ലാവരും എന്നോട് പറയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. എന്നേരം എനിക്ക് ആഗ്രഹം ഉണ്ടേനു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അത് വിചാരിച്ചിട്ടാണ് ഋത്തൂട്ടിൻ്റെ പേരിലൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അത് പിന്നെ ആയപ്പോൾ അതിന് ലൈക്കും ഇല്ല, വീഡിയോ ഇടുമ്പോൾ വ്യൂസും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഈ ഫീൽഡിൽ കുറേ പേരിലുണ്ട്, നമ്മളൊന്നും വീഡിയോ ആരും കാണാനൊന്നും പോകുന്നില്ല. പിന്നെ അത് ഞാൻ നിർത്തി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എല്ലാവരും പറയുമ്പോൾ എല്ലാവരോടും പറയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10K വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അങ്ങനെ പോയി ഋത്തോട്ടിന് 1 വയസ്സായി, എന്നിട്ട് യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടും ഇല്ല, ഒരു 10K വ്യൂസ് ഒന്നിനും കിട്ടിയിട്ടും ഇല്ല. കൂടിപ്പോയാൽ 3000, അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നടക്കുകയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ വിചാരിച്ചു വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ എനിക്ക്. അതിപ്പോൾ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ ഋത്തൂട്ടൻ വലുതായി കഴിയുമ്പോഴത്തേനും ഓന് കുറച്ച് കാണാനെങ്കിലും എൻ്റെ മെമ്മറീസ് പോലെ ഇത് എടുത്ത് വെച്ചുകൂടെ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി. കാരണം എനിക്കൊന്നും ഒരു ഫോട്ടോ പോലും ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിൽ. ഞാനല്ല എൻ്റെ അമ്മേനോട് പറയും ഞാനിങ്ങനെ ചെറുപ്പത്തിലുണ്ടായ എൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ ഫോട്ടോ ഒന്നും കണ്ടിട്ടേ ഇല്ല, എനിക്കൊന്നും ഫോട്ടോ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാനെങ്ങനെ ഉണ്ടായെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ വെച്ചാൽ ഫോട്ടോയിൽ ചെറുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭാഗ്യമാണ്, ചെറുപ്പത്തിലേ ജനിച്ചാടിലെ ഫോട്ടോ എല്ലാം കിട്ടും, അവർക്ക് പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇവരുടെ ഓരോ മൊമെൻറ്റ്സും മെമ്മറീസൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാവും. 4 ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുമാണ്. പിന്നെ ഓനിനി വരുന്നതാവും ഓൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓനെ സന്തോഷമാണ്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച ഒരു ചെറിയ കുറച്ച് വീഡിയോസ് എല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ